എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കാം. ആ ഒരു വീഡിയോ ഇന്നലെ ആയിരുന്നു എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ വേറെ ഒരു ഇതായി പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പിന്റെ ഒരു കുറച്ച് കാണിക്കാം. അതിനുശേഷം നമുക്ക് അതേക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷേ അതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോ കൂടുതലും ബ്ലറർ ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം യൂട്യൂബിന് അതിൻ്റെതായിട്ടുള്ള ചില പോളിസികളൊക്കെ ഉണ്ട്. കുട്ടികളുടെ ഫേസ് ഒന്നും അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളത് യൂട്യൂബിന്റെ പോളിസികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ബ്ലറർ ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ആ വീഡിയോയിൽ കാണുന്ന ആ ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടിയാണ്. 10 വയസ്സ് പോലും പ്രായമാവാത്ത കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വയസ്സുള്ള കുട്ടിയും പിന്നെ അതുപോലെ 10 വയസ്സ് 12 വയസ്സ്. അപ്പൊ അതിനിടയ്ക്ക് മാത്രം വരുന്ന ചെറിയ 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 കുട്ടികളാണത്. അപ്പൊ ആ ഒരു ചെറിയ കുട്ടികൾ കാണിക്കുന്ന ചേഷ്ടകള് അഹങ്കാരങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാല് ശരിക്കും നമുക്ക് പോലും ലജ്ജ തോന്നുന്ന തരത്തിലുള്ള വൃത്തികേടുകളാണ് ആ കുട്ടികൾ കാണിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് അതായത് ഒരു വാഹനം നിറയെ നമ്മൾ കാണുന്നുണ്ട് പച്ച ഉടുപ്പിട്ട ആളുകളാണ്. അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നത് മറ്റൊരു വാഹനമുണ്ട്. അപ്പൊ ആ ഒരു വാഹനത്തിൽ കാവി ഡ്രസ് ഇട്ട ആളുകളെയും നമ്മൾ കാണുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു കാവി കളർ ഷർട്ട് ഇട്ട ആളുകൾ ഉണ്ടായിരുന്ന വാഹനത്തിലുള്ള ആളുകളെ നോക്കിയിട്ടാണ് ഈ ചെറിയ കുട്ടികൾ ഇമാതിരി തന്തയ്ക്ക് പറക്കായി കാണിക്കുന്നത്. അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചെറിയ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിപ്പിച്ചിട്ട് മുതിർന്ന ആളുകൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കുഞ്ഞു മക്കള് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് പഠിക്കുക? അവർക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ഒന്നും പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് അറിയില്ല. ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ കുട്ടികൾ വളരെ മനോഹരമായിട്ട് പാലിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, ശരിക്കും ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് കേൾക്കുന്ന തെറിക്ക് യാതൊരു കണക്കുമില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി പേര് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പല പല പേജുകളിലും ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ഏത് കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ വിളിക്കുന്ന തെറികളെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ്. പക്ഷെ അങ്ങനെ തെറി വിളിക്കുന്ന ആളുകളെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അമ്മാതിരി തന്തയില്ലായ്കയാണ് ഈ കുട്ടികൾ കാണിക്കുന്നത്. പക്ഷേ ആ കുട്ടികളെ അതിന് കുറ്റം പറയാൻ എങ്ങനെ സാധിക്കും? കാരണം തീരെ ചെറിയ കുട്ടികളാണ്, അവർക്ക് അറിയില്ല ഇതൊന്നും. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ക്ലാസ് എടുത്ത് അവർക്ക് അത് ബൈഹാർട്ട് ആക്കി മാറ്റിയതിന് ശേഷം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അറിയാം, ചെറിയ കുട്ടികളാണ് കാണിക്കുന്നതെങ്കിൽ അവർക്ക് തല്ല് കിട്ടില്ല. അതിൽ മറ്റുള്ളവർ ഒരു തരത്തിലും പ്രതികരിക്കില്ല. കാരണം കൊച്ചു കുട്ടികൾക്ക് നേരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കൺട്രോൾ ചെയ്യും. വേറെ വിഷയം അതിന്റെ പിന്നിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കുട്ടികൾക്ക്, ഈ ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഇമാതിരി വൃത്തികേടുകൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണെങ്കിലും ആ ആളിന്റെ തന്തയ്ക്കാണ് വിളിക്കേണ്ടത്. ആ ആളിന്റെ തന്തയ്ക്ക് വേണം വിളിക്കേണ്ടത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളെ ഇത് ആരാണ് പഠിപ്പിച്ചത് എന്ന് വെച്ചാൽ അവരുടെ പേരിൽ കേസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ തലമുറയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇമാതിരി വൃത്തികേടുകൾ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ കൊച്ചു കുട്ടികളെ എന്താണ് കാണിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അവരോട് എന്തോ കാണിക്കാൻ പറഞ്ഞു, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവരതനുസരിച്ച് കാണിക്കുന്നു. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വല്ല ബിരിയാണിയോ മട്ടനോ സൂപ്പോ ഒക്കെ മേടിച്ച് തരാമെന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവാം. എന്നിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം ഇത്. അപ്പൊ അതിന്റെ പേരിൽ കുട്ടികൾക്ക് കൊടുത്ത റോള് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നതേ ഉള്ളൂ. അപ്പൊ അതല്ലാതെ കുട്ടികളെ ഈ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, ഈ കുട്ടികൾക്ക് പറ്റാൻ പോകുന്ന ഒരു തെറ്റ്, ഈ കുട്ടികൾക്ക് ഈ തെമ്മാടിത്തരം പഠിപ്പിച്ചു കൊടുത്തത് മൂലം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, കുട്ടികൾ എന്താണ് കാണിക്കുന്നതെന്നുള്ള ഒരു ബോധം അവർക്കില്ല. മനസ്സിലായില്ലേ? കുട്ടികൾ കാണിക്കുന്നത് എന്താണ്, എന്ത് തെറ്റാണ് അവർ കാണിക്കുന്നത് എന്നുള്ള ബോധം അവർക്കില്ല.
അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാലും അവർ കുറച്ചുകൂടി വലുതാവും. എന്നും കുട്ടികൾ കരടായിട്ട് ഇങ്ങനെ ഇരിക്കത്തില്ല, അവർ വളർന്നു വരും. അപ്പോഴും അവർ സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ചെകിടടിച്ച് പറിക്കും കാണുന്നവര്. വഴിയെ പോകുന്നവരൊക്കെ ഇമാതിരി തന്തയില്ലാത്ത തരങ്ങള് കാണിക്കുകയാണെങ്കിൽ ഇവർ കുട്ടികളായിരിക്കുമ്പോൾ ഒരു പക്ഷെ അവരാരും കൈവയ്ക്കില്ല. കുറച്ചുകൂടി ആയി കഴിയുമ്പോൾ അവരെ തല്ലിപ്പഴിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൈ കിട്ടുന്നവരൊക്കെ പറക്കിയിട്ടടിക്കും സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഇമാതിരി തന്തയ്ക്ക് പറ കൈകൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുത്ത ആള് ആരാണെന്ന് വെച്ചാൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അവർക്ക് നേരെ ഗുരുതരമായ രീതിയിൽ തന്നെ കേസെടുക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ മാത്രം കാര്യമല്ല, എത്ര കുട്ടികളെയാണ് ഇവരിങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവറ്റകൾ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോ മറ്റ് ആരെ കാണിച്ചു കഴിഞ്ഞാലും ഇപ്പൊ പാർട്ടി എന്നുള്ളതൊന്നും നോക്കണ്ട, സമൂഹത്തില് നന്മയോടുകൂടി വളരേണ്ട കുഞ്ഞുങ്ങളെ വളരെയധികം മോശക്കാരാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും കുട്ടികൾക്കൊന്നും വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇതൊന്നും പഠിച്ചിട്ടല്ല കുട്ടികളാരും വരുന്നത്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സംഭവത്തിന് ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത വിദ്വാൻ ആരായാലും ഈ കുട്ടികൾ കാണിച്ച ആ ഒരു സംഭവം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുഞ്ഞു മക്കളോട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾ ഇത് കാണിക്കേണ്ടത് മറ്റാരെയും അല്ല, മക്കൾക്ക് ജന്മം നൽകിയ 2 പിഴച്ച സാധനങ്ങളുണ്ട്, മക്കളുടെ അപ്പനും അമ്മയും. അത് ആരാണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ കൂട്ടുനിന്നിട്ടാണല്ലോ നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി ഇമാതിരി കാണിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരടുത്ത് വേണം ഇത് കാണിക്കാനായിട്ട്. അല്ലാതെ പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ കിട്ടുന്ന ഒരു പൊട്ടിക്കും. ഇന്നല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വലുതായതിനു ശേഷം, ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ വലുതായിട്ട് കാര്യമാക്കൂല. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ ഇത് ആരെങ്കിലും മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളെ പറക്കിയിട്ട് അടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അങ്ങനെ വരുമ്പോഴായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സങ്കടം ഉണ്ടാവുന്നത്. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് രാഷ്ട്രീയം അതുപോലെയൊക്കെയുള്ള വിഴുപ്പുകൾ എന്തിനു വെച്ച് കെട്ടുന്നു? കുഞ്ഞുങ്ങൾ വളരട്ടെ, അവർ പൂമ്പാറ്റകളെ പോലെ അവർ പറന്ന് വളരട്ടെ. അവരുടെ മനസ്സിൽ അനാവശ്യമായ വിദ്വേഷങ്ങളും വെറുപ്പുകളും ഒന്നും വെക്കാതിരിക്കുക. അവരൊക്കെ നല്ല രീതിയിൽ വളരട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ വരാനിരിക്കുന്ന മുത്തുകളായിട്ട് മാറട്ടെ അവര്. അല്ലാണ്ട് ഇമാതിരി തന്തയില്ലാടിയൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് സമൂഹത്തിന് മുന്നില് എല്ലാവരും വെറുക്കപ്പെട്ടവരായിട്ട് മാറാനായിട്ട് എന്തിനാണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഇമാതിരി പോഴത്തരങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. എന്തായാലും വളരെ മോശമായി പോയി. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരത് അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളത്തില്ല. അതേസമയം മോശം കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒറ്റ തവണ കാണിച്ചു കൊടുത്താലും അവരത് പഠിക്കും. അതങ്ങനെയാണ് ഈ ഒരു കുട്ടികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിലും അതാണ്, ഇത് കാണിക്കാനുള്ള ആ ഒരു ജിജ്ഞാസ ഈ കുട്ടികൾക്ക് സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ചിരുന്നെങ്കിലുണ്ടല്ലോ എല്ലാ വിഷയത്തിലും ഇവർ മിടുക്കന്മാരായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്തായാലും ഇവരുടെ ജന്മം നൽകിയ മാതാപിതാക്കൾ ആരാണെങ്കിലും അവർക്ക് ഈ കുട്ടികളെ കൊണ്ട് അഭിമാനിക്കാം. എന്തായാലും കുട്ടികൾ വളരെയധികം വൈറലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അപ്പന് പിറന്ന മക്കളാണ് എന്ന് തന്നെ അവർ കാണിച്ചിരിക്കുകയാണ്. എന്തായാലും സ്വന്തം വീടിന്റെ സംസ്കാരമാണ് ഈ കുട്ടികൾ പുറത്തിറങ്ങി ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എത്ര വൃത്തികെട്ട ആളുകളാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ, അത് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അത്രയധികം അധപ്പതിച്ച മാതാപിതാക്കളായിരിക്കണം ഈ കുട്ടികൾക്കുള്ളത്. എന്തായാലും ഈ കുഞ്ഞുങ്ങളെ ഇപ്പോ മാതാപിതാക്കളുടെ ആ ഒരു അനുവാദമില്ലാതെ മറ്റൊരാൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പഠിപ്പിച്ച് പൊതുസ്ഥലത്തേക്ക് പബ്ലിക്കിലേക്ക് ഇവരെ കൊണ്ടുവന്ന് ഇറക്കി വിടത്തില്ല. എന്തായാലും മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഒരു വ്യക്തിയും ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ പബ്ലിക്കിലേക്ക് ഇറക്കി ഇത് കാണിപ്പിക്കത്തില്ല. അപ്പോൾ എന്തായാലും എനിക്ക് കുഞ്ഞുങ്ങളോട് വീണ്ടും പറയാനുള്ളത്, മക്കളെ, നിങ്ങളെ ഒന്നും ഒരിക്കലും കുറ്റം പറയുന്നില്ല. കാരണം നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന്. നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു ചെയ്യുന്ന സംഭവം മക്കൾ ചെന്നിട്ട് മക്കളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെന്ന് കാണിക്കുക. ഓക്കെ, അപ്പന്റെ അമ്മയുടെ അണ്ണാക്കിലോട്ട് ചെന്ന് കാണിച്ചു കൊടുക്കുക. അത്രയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് അധികം ഓവർ ആയിപ്പോയി എന്നറിയാം. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. എനിക്ക് കുറച്ച് അധികം കൂടി പറയണമെന്നുണ്ട്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആണ്, പബ്ലിക്കാണ്. സംസാരിക്കുന്നതിന് കുറച്ച് അധികം നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് അത്യാവശ്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രം വളരെയധികം കൺട്രോൾ ചെയ്ത് സംസാരിച്ചു എന്നേ ഉള്ളൂ. ഈ കുട്ടികളിട്ട ഈ ഒരു വീഡിയോയുടെ അടിയിൽ ചെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജനവികാരം എന്താണ് എന്നുള്ളത്. ഈ സംഭവം കണ്ടിട്ട് ആളുകളുടെ പ്രതികരണം എന്താണ് എന്നുള്ളത്. തലയ്ക്കുള്ളിൽ തീട്ടവും കലർത്തി വെച്ചിരിക്കുന്ന കുറച്ചധികം ആളുകളുടെ ക്രൂരമായിട്ടുള്ള വൃത്തികേടുകൾക്ക് ദയവ് ചെയ്ത് ഈ കുട്ടികളെ ബലിയാടാക്കരുത് എന്നേ പറയാനുള്ളൂ. അവര് സമൂഹത്തിൽ നല്ലവരായിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരട്ടെ. നിങ്ങളുടെയൊക്കെ വിദ്വേഷവും വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.